എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, അപ്പച്ചനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് പോയി നോക്കണേ. എല്ലാവരും ബിസിയൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടെ പിള്ളേർക്ക് അവധിയാണ്, പക്ഷേ എങ്ങും പോയതൊന്നുമില്ല. ഇനി 1-2 ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിംഗ് നടക്കുക, അപ്പോൾ അതിന് പോകണം. അതിൻ്റെ ഇടയ്ക്ക് താണ്ട ഇന്നൊരു ന്യൂസ് കിടക്കുന്നുണ്ടല്ലേ. നവി മുംബൈയിൽ ഒരു ഫ്ലാറ്റിന് തീ പിടിച്ച് ഒരു ഫാമിലി എന്ന് പറയുന്നത് തീരെ പ്രായം കുറവുള്ള ഒരു 6 വയസ്സുള്ള കുഞ്ഞും അതിൻ്റെ അച്ഛനും അമ്മയും മലയാളികളാണ്. ഇനിയും ഷോർട്ട് സർക്കുലേഷൻ എന്നാണ് പറയുന്നത്. ഇനിയും ദീപാവലിയുടെ ഇനിയും ഏതാണ്ട് കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് കർട്ടൻ്റെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ ഇവർ ഈ വിളക്ക് ഇത് കത്തിച്ച് വെക്കത്തില്ലേ, കത്തിച്ച് വെച്ചോണ്ടേ കർട്ടൻ ഇങ്ങനെ കാറ്റിൽ ആടി തീ പിടിച്ച്. പക്ഷേ പെട്ടെന്ന് ആർക്കും ഒന്നും പറ്റിയില്ല, പെട്ടെന്ന് അണച്ച്. എന്തോന്നറിയത്തില്ല. അത് കേട്ടോണ്ട് ഒരു വല്ലാത്ത ഒരു ഇതല്ലേ. ഇപ്പോൾ ഇന്നാളിലും ഒരു ഗൾഫ് ഫാമിലി ഷോർട്ട് സർക്കുലേഷനായി മരിച്ചത്. നാട്ടിൽ നിന്ന് അവർ ഗൾഫിൽ ചെന്നിട്ട് എല്ലാവരും, അതും ഒരു കുഞ്ഞും അപ്പനും അമ്മയാന്ന് തോന്നുന്നു, തിരുവല്ലക്കാരായിരുന്നെന്ന് തോന്നുന്നു. ക്ഷീണം കൊണ്ട് വന്ന് ഉറങ്ങുമായിരുന്നു, അറിഞ്ഞില്ല. എന്തോ സംഭവങ്ങളാണെന്നുള്ളതല്ലേ. അത് കേൾക്കുമ്പോൾ നമുക്ക് ന്യൂസ് കണ്ടില്ലെന്നേ ഉള്ളൂ. പെട്ടെന്നില്ല യൂട്യൂബ് ഇങ്ങനെ വന്ന ഉടനെ ഞാനത് നോക്കിയത് എപ്പോഴാണോ, ഞാനിന്ന് ഡോക്ടറെ അടുത്ത് പോകണ്ടേ, അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴെങ്ങനെ നവി മുംബൈയിൽ ഫ്ലാറ്റ് തീ പിടിച്ചെന്നും പറഞ്ഞു. ദൈവമേ, അവരുടെ വീട്ടുകാർക്ക് ദൈവം എല്ലാം സഹിക്കാനുള്ള കൃപ ബലവും കൊടുക്കട്ടെ. ഇന്നലെ ആണെങ്കിൽ ഇവിടെ എന്തോ ഇതായിരുന്നെന്നറിയാം. ഇവിടെ പടക്കം പൊട്ടി. കാരണം സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഫെസ്റ്റിവലാണ്, ശരി തന്നെ. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഈ പടക്കം പൊട്ടിക്കാനായിട്ട് വല്ല ഗ്രൗണ്ടോ അങ്ങനെ വല്ലതും കൊടുത്താൽ നല്ലതായിരുന്നു. ഇന്നലെ എനിക്കും വല്ലാത്തൊരു ഇതായിരുന്നു. കാരണം ഞങ്ങൾ ജനൽ അടച്ചിട്ടിട്ടും, കാരണം അങ്ങ് തൂരെ എല്ലാവരും പൊടിക്കുന്ന ആ പുക മൊത്തം ഇവിടെ അന്തരീക്ഷത്തിൽ വ്യാപിക്കുമല്ലേ. അപ്പച്ചനും വയ്യായിരുന്നു, ഞങ്ങൾ ജനലൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. ഈ കുഞ്ഞുങ്ങളും പ്രായമായവരൊക്കെയുള്ള പിന്നെ ഈ ഡസ്റ്റ് അലർജി ഇങ്ങനെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഇതായിരുന്നു. ഇന്നിപ്പം പിന്നെ ഇച്ചിരി മഴ ചാറിയതുകൊണ്ട് ഇപ്പം ഇച്ചിരി ഇവിടെ കുറവുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഇതായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഫെസ്റ്റിവലാണ്, ശരി തന്നെ. നമ്മൾ ആരെയും കുറ്റം പറയാമല്ല. പക്ഷെ അത് മറ്റുള്ളവരുടെയും കൂടെ ഹെൽത്തൂടൊക്കെ നമ്മൾ നോക്കും. നമ്മളുടെ ഹെൽത്ത് ഇതാന്ന് പറഞ്ഞ് അവർക്ക് അവരുടെ ഫെസ്റ്റിവൽ ആഘോഷിക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പം രാവിലെ ഞാൻ പൂരിക്ക് കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഇന്ന് രാവിലെ പൂരി ഉണ്ടാക്കുന്നത്. അപ്പം അപ്പച്ചന് പനിയില്ലായിരുന്നു, ഇച്ചിരി ക്ഷീണം പോലൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇപ്പം ഇവർക്കിപ്പോൾ 2 പേർക്ക് പോൾ മോന് 4 ദിവസത്തെ അവധിയുള്ളൂ, പ്രൈസിന് 10 ദിവസത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് അങ്ങ് പൂരി ആക്കാമെന്ന് വെച്ച്. പോളിനെന്ന് പറയുന്നത് പൂരി ഇങ്ങനെ ഇതുപോലെ പൊങ്ങി നല്ല ചൂടോടെ കഴിക്കണം. അവന് ടിഫിൻ കൊണ്ടുപോകും, പക്ഷേ അവൻ അത്ര അങ്ങോട്ട് ചൂടോടാണെങ്കിൽ അവനതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഇന്ന് വീട്ടിലുള്ളത് കൊണ്ട് ഇന്നങ്ങ് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, പുള്ളിക്കാരി പൂരി നല്ല ചുമന്നിരിക്കുന്ന ഇഷ്ടമെന്ന്. ഇവിടെ അങ്ങനെ ഇഷ്ടം, പക്ഷേ ചുമന്ന ഇരിക്കുന്നേ. ഇത് വീഡിയോയിൽ അങ്ങനെ അത്ര അങ്ങോട്ട് ചുമന്ന് കാണുന്നില്ല. അപ്പം ഞാൻ പൂരിയെല്ലാം ഉണ്ടാക്കി. അതിനുശേഷം ഇവർ ഡോക്ടറെ അടുത്ത് പോയി. അപ്പം ഞാനെന്തോ ഇതെന്നോ ഇവിടെ ഇച്ചിരി സമയം കിട്ടിയുണ്ടേ അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടേക്ക് ഒന്ന് ഈ മാറാലയൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വെച്ച്. ഞാനും പ്രൈസമ്മോനും ഉള്ളു ഇവിടെ. അന്ന് പോളിന് അവധി അല്ലായിരുന്നു, പോളിന് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് അവർ വരുന്നതിന് മുമ്പിട്ട്, ഡാഡി വരുന്നതിന് മുമ്പിട്ട് ഇവിടുത്തെ എല്ലാം ഒന്ന് തുടച്ചിടാമെന്ന് വെച്ച്. ഇപ്പം അനു വരാത്തതുകൊണ്ട് തൂക്കുന്നതൊക്കെ ഞാനാ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഹെർബൻ അവിടുന്ന് ആൾക്കാരെ വിളിക്കും മണിക്കൂറിന് അനുസരിച്ച്. ഇതിപ്പം പ്രൈസമ്മോനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മൊത്തമൊന്നും എടുത്തില്ല, ഞാൻ മൊത്തം ഇപ്പുറത്തെ എല്ലാം അടിച്ചു കഴിഞ്ഞു. കട്ടിലയിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിനെ അല്ലെങ്കിൽ പൊടി അധികം എടുത്തില്ലേ, പിന്നെ എന്നിട്ട് ആ ഷീറ്റ്
പഴയൊരു ഷീറ്റ് എടുത്തിട്ടിട്ട് അത് തട്ടിയിട്ട് ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ചായിരുന്നു. അതിനുശേഷം പിന്നെ ചപ്പാത്തി ഇന്ന് ഞാൻ പറഞ്ഞു ആൻറ്റി ഇപ്പോഴും അന്ന് പോയ വന്നില്ല, അപ്പം ഞാനൊരു 5-6 ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചോണ്ടേ പറഞ്ഞെന്നാൽ വൈകിട്ട് കഞ്ഞിയാക്കാമെന്ന് വെച്ച്. പക്ഷേ പോൾമോനും ഈ ഡാഡിക്കൊക്കെ അസുഖം വന്നാലും അവർ ആഹാരം അങ്ങനെ വെറുക്കുന്നവരല്ല. നമ്മളൊക്കെ ആഹാരം നമുക്ക് വരുത്. അപ്പം ഈ പ്രാവശ്യം ഡാഡി ഇച്ചിരി ആഹാരം ഒന്ന് ഇത്തിരി വേണ്ടാത്തതുപോലൊക്കെ കാണിച്ച്. എന്ത് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. ആഹാരത്തോട് ഒരു പ്രോബ്ലം ഇല്ലാത്ത വ്യക്തികളായിരുന്നു. അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാനത് അത്ര അങ്ങോട്ട് ഇത് മൈൻഡിൽ പോയില്ല കഞ്ഞിയാക്കാന്നുള്ള. അപ്പോൾ ഉച്ചയ്ക്ക് ഇത് കൊടുത്തിട്ട് പിന്നെ രാത്രി കഞ്ഞിയാക്കാമെന്ന് വെച്ചു. ഇവിടങ്ങളിലുള്ള മിക്ക ആൾക്കാരും ഇത് ഇത്രയും അങ്ങ് വലിയതാക്കത്തില്ല. ഇച്ചിരിയും കൂടെ കട്ടിക്കാക്കിയിട്ട് അവരിങ്ങനെ ചുട്ടെടുക്കും ഗ്യാസിൻ്റെ മണ്ടേ വെച്ചിട്ടേ. പക്ഷേ എനിക്കതൊക്കത്തില്ല. ചില സമയം ഞാൻ അതിന് പകരം അതിൻ്റെ മണ്ടേ വെക്കാനൊരു നെറ്റ് പോലൊരു സാധനം വാങ്ങിച്ച് ഡയറക്റ്റ് ഗ്യാസ് അതിലടിക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ മണ്ടേ വെച്ചിട്ട് നമുക്കൊക്കത്തില്ല. നമുക്കിങ്ങനെ എണ്ണ തേച്ചിട്ടെടുക്കുന്നതാണ് അറിയത്തുള്ളൂ. മറ്റേതാണെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ എത്ര പ്രാവശ്യം ചെയ്തിട്ട് എൻ്റെ 1-2 പ്രാവശ്യം ശരിയാവും. ഇങ്ങനെ നല്ലതുപോലെ പുൽക്കാ പോലെ ഇങ്ങനെ പൊങ്ങി വരും. പക്ഷേ ബാക്കിയെല്ലാം അങ്ങ് മിക്കവാറും കരിഞ്ഞു പോകും. അതുകൊണ്ട് അതത്ര ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല. ഇച്ചിരി എണ്ണയൊക്കെ തേക്കുന്നോ അതാ അവർക്കിഷ്ടം. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ചെറുപയർ കൂടെ ഇട്ടായിരുന്നേ. അപ്പം ഞാൻ ഇനി ഒരു മോരുകറിയും കൂടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ തൈര് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം ഇപ്പം ഈ ഫാമിലെ പാല് വാങ്ങിക്കുന്നതുകൊണ്ടേ അധികം അങ്ങോട്ട് ഒഴിക്കാൻ പറ്റുന്നില്ല. മറ്റേത് കവർ പാലാകുമ്പം എക്സ്ട്രാ ഒരു കവറൂടൊക്കെ വാങ്ങിക്കും. അപ്പം പിന്നെ സെപ്പറേറ്റ് കവർ പാൽ വാങ്ങിക്കാൻ മറന്നു പോകും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചപ്പം ജിയോ മാർട്ടിൽ നിന്ന് ഇപ്പം കുറച്ച് തൈര് വാങ്ങിച്ച് അതുകൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. ഇതധികം പുളിയുള്ള തൈരല്ല. കുറച്ചെടുക്കാം. ഇത് ലസ്സിക്കൊക്കെ നല്ല പുളിയില്ല. അപ്പം എൻ്റെ ജോലികളൊന്നും അങ്ങനെ ആയില്ല. അപ്പം ഡാഡിക്കൊരു ചെറിയൊരു ചുമയും ഒരു ഇച്ചിരി വീസിങ് പോലെ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഡാഡി നെബുലൈസേഷൻ എടുക്കട്ടെ, വേണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ എന്തോ ഒരു ഇത്തിരി അങ്ങനെ ക്ഷീണം പോലെ. അപ്പം ഞാൻ കഴിച്ചാൽ അങ്ങനെ ഡാഡി നന്നായിട്ട് ആഹാരം കഴിക്കുന്ന ആളായിരുന്നു. ഇന്ന് രാവിലെ കൊടുത്തപ്പോഴും അങ്ങനെ അത്ര അങ്ങൊരു കഴിക്കുന്ന പോലെ കഴിക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് ഗ്ലൂമി ആയിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് വന്നു. അപ്പോൾ ആ പോയ സമയത്ത് ഞാൻ പിന്നെ ആ റൂമെല്ലാം പൊടി എങ്ങാണെന്ന് പറഞ്ഞ് അതെല്ലാം മാറാലേ ഉണ്ടല്ലോ അതെല്ലാം അടിച്ചിട്ടിട്ട് പെട്ടെന്ന് ഇവർ ക്ലിനിക്കിൽ പോയ സമയത്തിന്. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയേണ്ടിയിട്ട് ഒരു ഇച്ചിരി ലാസ്റ്റിൽ എടുത്ത് പ്രൈസിനെ കൊണ്ട് എടുപ്പിച്ചതേ ഉള്ളൂ. ക്ലീനിങ് എല്ലാം മൊത്തം കഴിഞ്ഞായിരുന്നു. പെട്ടെന്നെല്ലാം മാറാലൊക്കെ അടിച്ചാൽ അതിൻ്റെ അകത്ത് ഈ കല്ലായതുകൊണ്ടേ ഒരു സൈസ് ടൈലാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അത് നല്ല പ്ലെയിനായിട്ടല്ല, ഇച്ചിരി കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടി നന്നായിട്ട് കയറിയിരിക്കും. നമ്മളെല്ലാം നമ്മുടെ ഈ അല്ലാതുള്ള നമ്മുടെ ദിവാറാണെങ്കിൽ മീൻസ് ഈ ഭിത്തിയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് ചൂലും കൊണ്ടൊക്കെ തൂക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആവും പെട്ടെന്ന്. ഇത് പൊടി ഇങ്ങനെ കയറിയിരിക്കും. ഇതെനിക്ക് അങ്ങ് ഭയങ്കര മെനക്കണം. നമ്മൾ വാങ്ങിച്ചപ്പോഴേ ഇതുള്ളതാണ്, പിന്നെ അത് ചേഞ്ച് ചെയ്യാനൊന്നും പോയില്ല. അതുകൊണ്ട് ആ മുറിയെല്ലാം മാറാലി അടിച്ച്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി, എൻ്റെയിലും ഇത് ഇല്ലാതിരിക്കും, ചൂല് എത്രമാത്രം എത്തും ഇല്ലാതിരിക്കും, അത് ഒടിഞ്ഞു പോയായിരുന്നു. അങ്ങനെ എന്നാൽ കടയിൽ പോകണേ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തൂത്ത് ഇപ്പം ഡാഡി വന്ന് ഞാൻ കഴിക്കാൻ കൊടുത്തു. ഇനിയിപ്പം രാത്രി ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാമെന്ന് വെച്ച്. ഗുളികയും കൊടുത്തിട്ട് ഇരിക്കുവാന്ന് തോന്നുന്നു. ബാക്കി ഉച്ചക്കത്തേക്ക് പ്രൈസിനെ ഉണ്ട്. അവനിപ്പോൾ ഇച്ചിരി മൊബൈൽ അങ്ങോട്ട് കൊടുത്തു. ഇനിയിപ്പം മൊബൈൽ കയ്യിരുന്നാൽ അവന് വിശപ്പില്ല. മൊബൈൽ വാങ്ങിച്ചു കഴിയുമ്പം എന്തോട്ട് കഴിക്കാമെന്നും പറഞ്ഞു വരും. പാത്രങ്ങളെല്ലാം കഴുകാൻ കിടക്കുന്നു, മോരൊന്നടിച്ചെടുക്കട്ടെ. മോരൊക്കെ ഉടച്ചെടുത്തായിരുന്നു, അടപ്പത്ത് വെച്ച് അത് ഇങ്ങനെ പുക പോലെ വന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇപ്പം ഞാൻ
കടുകൂടെ വറുത്ത് ചേർത്തു. എന്നിട്ട് ഉച്ചക്കത്തെ എല്ലാം കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് പോകുമ്പോൾ വൈകുന്നേരം എല്ലാം വരത്തുള്ളൂ. അപ്പം ഞാനും പോയി പിന്നെ വൈകുന്നേരമാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ റോസരി ഒന്നുമില്ല, നമ്മുടെ അടുത്തൊന്നും കടകളും ഇല്ല. അതുകൊണ്ട് ഈ വെള്ളയരി തന്നെയാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയത്. അപ്പോൾ കഞ്ഞിയും മോരുകറി, ഡാഡിക്ക് ഈ കഞ്ഞിക്കകത്ത് മോരുകറി ഒഴിച്ച് കഴിക്കുന്ന ഇഷ്ടമാണ്. മോരുകറിയും പപ്പടം ചുട്ടാൽ മതി എന്ന് പറഞ്ഞു. പപ്പടം ചുട്ടതും പയറ് തോരനും പിന്നെ ഇരുമ്പമ്പുളി അച്ചാറുണ്ടെങ്കിൽ അതിഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഡാഡിക്ക് കഞ്ഞിയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മെഡിസിൻ കൊടുത്തു. ഡാഡിക്ക് നല്ല ക്ഷീണം. ഞാൻ പിന്നെ ഡാഡിക്ക് അങ്ങ് ഒരു 7:30 ആയപ്പോഴേ അങ്ങ് കൊടുത്തു. കാരണം അങ്ങ് മെഡിസിനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് ഉറങ്ങുന്നുണ്ട്. അല്ലെങ്കിലും ഉറക്കമുണ്ട് ഡാഡിക്ക്. അതുകൊണ്ട് ഞാൻ ഡാഡിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയത്. ഇല്ല, പാട്ടറിയാമോ? അത് അപ്പം അവിടുത്തെ ക്ലിനിക്കിൽ നിന്നും മെഡിസിൻ തരും. പിന്നെ ആൻറ്റിബയോട്ടിക്കും കപ്സിറപ്പൊക്കെ വെളിയിൽ നിന്ന്. പക്ഷേ പുള്ളിയുടെ അടുത്ത് പോയാൽ നമ്മളൊരു പ്രാവശ്യം കൊണ്ട് നമുക്ക് അസുഖമൊക്കെ മാറും. വർഷങ്ങളും കൊണ്ടുള്ള എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്തെ പുള്ളിക്കാരനുള്ളതാണ്. കണ്ടാൽ ഇപ്പോഴും ഒന്നും ഒരുപോലെ ഇരിക്കുക. അപ്പം ഞാൻ മെഡിസിൻ എല്ലാം ഒന്ന് എടുത്ത് കൊടുത്തിട്ട് ഇനി ഓരോ കുഞ്ഞുങ്ങളെ ഒതുക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ. ഞങ്ങൾക്കിവിടെയൊക്കെ 10% മെഡിസിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. നാട്ടിൽ ഉണ്ടോണമെന്ന് എനിക്കറിയത്തില്ല. ചിലയിടത്തുണ്ട് ഔഷധി എന്നൊക്കെ പറയുന്നത്, ചിലയിടത്തുണ്ട് നാട്ടിൽ. ഇതിപ്പം നമുക്ക് 10% ഉണ്ട്. ഇപ്പം GSTയുടെ ഈ കുറവ് മുഖേന ചില മെഡിസിനുകളിലൊക്കെ ഇത്തിരി വില കുറവുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ നോട്ട് ചെയ്തത്, കുറവുണ്ടു എങ്കിലും അവർ പെർസെൻറ്റേജ് നമുക്ക് 5%, 10 എന്നുള്ളത് 5 ആക്കി. കാരണം ഇവർ കുറേ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് അപ്പം ഇതിൻ്റെ വില കുറഞ്ഞ ഉടനെ അതനുസരിച്ച് എങ്ങാണ്ട് കഴിഞ്ഞ ദിവസം റീചാർജ് ചെയ്ത് വെച്ചാൽ അങ്ങനെ അവർ പറഞ്ഞ് കുറേ ലോട്ട് അവരെടുത്ത് വെച്ചത് കൊണ്ട് ഇനി നവംബർ തൊട്ടേ എല്ലാം ക്ലിയർ ആവത്തുള്ളെന്ന്. ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നോണ്ടേ ഇച്ചിരി സൗണ്ട് നോക്കണം. ഇച്ചിരി ചാറ്റമഴയുണ്ട്, അതുകൊണ്ട് പടക്കം പൊട്ടിയിൽ ഇച്ചിരി കുറവുണ്ട്. പിന്നെ ഇച്ചിരി നേരത്തേക്കിന് ഉള്ളായിരുന്നു ആ ചാറ്റമഴ. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ആ ചാറ്റമഴ ആകുമ്പോൾ ഇവർക്കിങ്ങനെ പടക്കം എടുത്ത് എറിയാക്കത്തില്ല, അന്നേരം പൂച്ചി പോകുമല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.